അടുക്ക ചെന്ന് ചോദിക്കും ഞങ്ങളുടെ കൂടെ നിൽക്കുമോ, അവർ ചെന്ന് ചോദിക്കും ഞങ്ങളുടെ കൂടെ നിൽക്കും. ഇത് രണ്ടുപേരും തമ്മിൽ അടിയായാലും ഉള്ളതാണ് അല്ലേ, എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ ഈ കൃഷ്ണൻ്റെ ഇടയ്ക്ക് ഈ രണ്ട് കൂട്ടുകാരും വന്ന് നിൽക്കുകയാണ്. ആരുടെ കൂടെ ആണ് അങ്ങ് ചേരുന്നത്? നമ്മളാണ് ഈ സ്ഥാനത്തെങ്കിലും എന്ത് ചെയ്യും? കാരണം ആരുടെ കൂടെ നിന്നാലും മറ്റവൻ്റെ അടി കൊണ്ട് നമ്മൾ തീരും അല്ലേ. അപ്പോൾ ആരുടെ കൂടെ നിൽക്കണം? കൺഫ്യൂഷനാവും. രണ്ടുപേരും കൂട്ടുകാരാണ്. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുത്ത മറുപടി വളരെ രസമാണ്. ഈ ഊർജത്തെ റീഡ് ചെയ്തിട്ട് മധ്യമത്തിൽ നിന്നുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ മറുപടി കൊടുക്കുന്നത്. ശ്രീകൃഷ്ണൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുന്നു. എൻ്റെ 10,000 കണക്കിന് വരുന്ന അക്ഷൗഹിണി പടകളെ ഞാൻ ഒരാൾക്ക് നൽകാം, ഞാൻ മറ്റൊരാളുടെ കൂടെയും നിൽക്കാം. മധ്യത്തിൽ അങ്ങനെ ഒരു നീക്കം ആരും പ്രതീക്ഷിക്കത്തില്ലല്ലോ. അപ്പം നമുക്കങ്ങനെ പറയാൻ പറ്റും. നമ്മുടെ കുറേ സ്റ്റാഫിനെ നിങ്ങൾക്ക് തരാം യുദ്ധം ചെയ്യാൻ, ഞാനിപ്പുറത്ത് നിൽക്കുക, കേട്ട വട്ടാന്ന് പറയും അല്ലേ. അപ്പൊ അർജുന് ദുര്യോധനോടാണ് ആദ്യം ചോദിക്കുന്നത്. കാരണം ദുര്യോധന ബോധം കുറവാണ്. അവിടെയും കൃഷ്ണൻ മധ്യത്തിലാണ്. കാരണം അർജുനോട് ചോദിച്ചാൽ നീ കൂട്ടുകാരല്ലേ, നിങ്ങൾ കൂട്ടുകാരായോണ്ടാന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും. ഇത് വ്യക്തമായിട്ടറിയാം. കാരണം ശിവതത്വം പുരുഷതത്വത്തിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണന് ഊർജങ്ങൾ റീഡ് ചെയ്യാൻ അറിയാം. ഈ ഊർജം എങ്ങനെ പോകുമെന്നറിയാം. ദുര്യോധനന്റെ ഊർജം എന്താണെന്നറിയാം. അതുകൊണ്ട് ആദ്യം ദുര്യോധനോടാണ് ചോദിക്കുന്നത്. അല്ലയോ ദുര്യോധന, ഇതിൽ ഏതാണ് വേണ്ടത്? ഞാൻ ഒരാളുടെ കൂടെ നിൽക്കാം, എൻ്റെ പടകളെ ഒരാൾക്ക് തരാം. അപ്പോഴും കൃഷ്ണന് ശകലം തൂക്കം വരും. കാരണം കൃഷ്ണൻ ആരാണ് ഒരു ധാരണയൊക്കെ ദുര്യോധനുണ്ട്. അതുകൊണ്ട് ആ സൂചി ഒന്നുകൂടെ സെൻട്രലാക്കി, മധ്യത്തിലാക്കി, ശിവതത്വത്തിൽ അല്ലെ പുരുഷതത്വത്തിലേക്കാക്കി. എങ്ങനെ? ഞാൻ ആയുധം കൂടെ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കറക്റ്റ് സെൻട്രലായി അല്ലേ, തേരാളിയായിട്ട്. ഇത്തരത്തില് വന്നപ്പോ സ്വാഭാവികമായും ദുര്യോധനന്റെ ഊർജം എങ്ങനെയാണ് പ്രതികരിക്കുക? എനിക്ക് പട മതി, ആയിരക്കണക്കിന് വരുന്ന പടകൾ മതി. സന്തോഷമായി ഇല്ലേ? അർജുനന് ഇത് കേൾക്കാൻ കാത്തിരുന്നു. അർജുനൻ പറഞ്ഞു എനിക്ക് ഭഗവാൻ കൃഷ്ണനെ മാത്രം മതി. രണ്ടുപേർക്ക് സന്തോഷമായില്ലേ അല്ലേ? നമുക്കാണ് ഇത് പറ്റും. ഇവരെ ഒന്നും ആരാധിക്കാൻ വേണ്ടി അല്ല വ്യാസം സൃഷ്ടിച്ചത്. ആരാധിക്കുമ്പോൾ ഇവരൊക്കെ അവതാരങ്ങൾ, കൃഷ്ണനൊക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊക്കെ പറ്റുമെന്ന് പറഞ്ഞ് നമ്മളങ്ങ് രക്ഷപ്പെടും. അപ്പൊ കൃഷ്ണനെ ഒരു മനുഷ്യനായിട്ട് കാണണം. അപ്പൊ നമുക്ക് കുറേ ഐഡിയാസ് ഇങ്ങനെ കത്തും. അപ്പൊ ദുര്യോധനൻ ഇത് സെലക്ട് ചെയ്തു. യുദ്ധത്തിന് മഹാഭാരത യുദ്ധം, ലക്ഷക്കണക്കിന് ജീവിതം ഹോമിക്കപ്പെട്ട മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോ അവശേഷിച്ചത് കൃഷ്ണൻ പറഞ്ഞ 5-6 പേരും കൂട്ടുകാരും പാണ്ഡവരും ഒക്കെ അല്ലേ. ദുര്യോധനൻ മരിച്ചു. ദുര്യോധനന്റെ മരണം എപ്പോഴാണ് സംഭവിച്ചത്? ഇത് സെലക്ട് ചെയ്തപ്പോ. അർജുനന്റെ വിജയം എപ്പോഴാണ് സംഭവിച്ചത്? യുദ്ധം കഴിഞ്ഞപ്പോഴല്ല, ഇത് സെലക്ട് ചെയ്തപ്പോ. ഇനിയാണ് പോയിന്റ്. ശുദ്ധബോധ ശിവതത്വത്തിൽ പുരുഷതത്വത്തിൽ ധാനാത്മകമായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് ഈ ആശയം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും കൃഷ്ണന്റെയും വിധി തീരുമാനിച്ച ശേഷമാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. അമ്മ മഹാമായ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രകാളി.